ഇനി നേരെ വീണ്ടും വള്ളിക്കാവിലേക്കാണ് പോകുന്നത്. അവിടെ നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിനായി ഹെലികോപ്റ്ററുകൾ അല്പസമയത്തിനകം പറന്നുയരാൻ പോവുകയാണ്. മാതാ അമൃതാനന്ദമയി മഠം കഴിഞ്ഞ ദിവസം നിർമ്മിച്ച് നൽകിയ ആ ഹെലിപ്പാഡിലാണ് കോസ്റ്റ് ഗാർഡിൻ്റെ 2 ഹെലികോപ്റ്ററുകൾ കൊച്ചിയിൽ നിന്നും വന്ന് ഇന്ന് ലാൻഡ് ചെയ്തത്. അല്പസമയത്തിനകം തന്നെ തെരച്ചിലിനായി ഹെലികോപ്റ്ററുകൾ പറന്നുയരാൻ പോകുകയാണ്. എം മനോജ് സ്ഥലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകും. മനോജ്, ഈ ഹെലികോപ്റ്ററുകൾ രണ്ടും തയ്യാറാണോ? തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കുമോ? എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഇന്ധനം നിറച്ച ശേഷം ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകുന്നത്. CG-812 എന്ന് പറയുന്ന ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഇന്ധനം നിറച്ച ശേഷം ഈ തയ്യാറെടുക്കുന്നത്. മറ്റൊരു ഹെലികോപ്റ്ററുണ്ട്. ആ ഹെലികോപ്റ്റർ കൂടെ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും ഇനി ആകാശമാർഗമുള്ള തിരച്ചിലാണ് നേതൃത്വം നൽകുന്നത്. അതിന് കോസ്റ്റ് ഗാർഡിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ക്രമീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ വള്ളിക്കാവിൽ അമൃതാനന്ദമയി മഠം തയ്യാറാക്കി നൽകിയ ഹെലിപ്പാഡിലാണ് ഈ ഹെലികോപ്റ്റർ നിൽക്കുന്നത്. ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ പറന്നുയരാൻ പോവുകയാണ്. അതിനുശേഷം നേരെ നീണ്ടകരയിലേക്കാണ് എത്തുക. നീണ്ടകരയിലെത്തിയ ശേഷം ആകാശമാർഗമുള്ള തിരച്ചിൽ നടത്തും. അതേസമയം തന്നെ ഒരു ഹെലികോപ്റ്റർ കൂടെയുണ്ട്. ആ ഹെലികോപ്റ്ററിലും ഇവിടെ നിന്ന് ഇന്ധനം നിറച്ച ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകും. മുതിരപ്പൊഴിയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്താനാണ് തീരുമാനം. അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ആ ഹെലികോപ്റ്ററിനുള്ളിലേക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ ഉദ്യോഗസ്ഥർ കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇന്ധനം നിറയ്ക്കുവാനുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ തിരച്ചിൽ അത് കാര്യക്ഷമമാക്കാനുള്ള സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ളത് അമൃതാനന്ദമയി മഠമാണ്. കാരണം ഇവിടെ ഈ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്ത് ഇന്ധനം നിറച്ചുകൊണ്ട് തിരച്ചിൽ കാര്യക്ഷമമായി നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നു മുതൽ ആ രീതിയിലായിരിക്കും തിരച്ചിലുണ്ടാകുക. നേരത്തെയാണെങ്കിൽ കൊച്ചിയിൽ നിന്നും ഇന്ധനം നിറച്ചെത്തുന്ന ഹെലികോപ്റ്ററുകൾക്ക് പരിമിതമായ സമയത്ത് ഇവിടെ നിന്നും പോകേണ്ടി വരും. ഇപ്പോൾ ഇവിടേക്ക് 2 ഹെലികോപ്റ്ററുകൾ, അതായത് ഒരു ഹെലികോപ്റ്റർ ഈ ഹെലിപ്പാഡിൽ നിന്നും പറന്ന് ഉയരാൻ പോവുകയാണ്. അതേസമയം തന്നെ മുകളിൽ മറ്റൊരു ഹെലികോപ്റ്റർ കൂടെ എത്തിയിരിക്കുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഹെലികോപ്റ്റർ ഇവിടെ നിന്നും ഇപ്പോൾ പറന്നുയരുകയാണ്. നേരെ പോകുന്നത് നീണ്ടകരയിലേക്കാണ്. നീണ്ടകരയിലെ ഈ ആകാശമാർഗമുള്ള പരിശോധനയ്ക്കായി ആദ്യ ഹെലികോപ്റ്റർ സജ്ജമായി ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ഇന്ധനം നിറച്ച ശേഷം ആ തിരച്ചിലിനായുള്ള തയ്യാറെടുപ്പിലാണ്. മറ്റൊരു ഹെലികോപ്റ്റർ ഇപ്പോഴും മുകളിൽ കാത്തു നിൽക്കുന്നത് അടുത്ത ഇന്ധനം നിറക്കുവാനുള്ള അടുത്ത ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥരും തയ്യാറാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ദൃശ്യങ്ങൾ. ഹെലികോപ്റ്റർ ഇവിടെ നിന്നും പറന്ന് ഉയരുകയാണ്. അതേസമയം തന്നെ മുകളിലൊരു ഹെലികോപ്റ്റർ താഴേക്ക് ലാൻഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കാത്തുനിൽപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ കാര്യക്ഷമമായി നടക്കും. എന്തായാലും ഗൗതത്തിൻ്റെ അമ്മയുടെ പ്രതീക്ഷയ്ക്ക് കൂടുതൽ ഉറപ്പ് നൽകുന്നതാണ് ഈ പ്രവർത്തനമെന്ന് പറയുന്നത്. ഇതിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി. അതുകൊണ്ട് തന്നെയാണ് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററും നാവികസേനയുടെ കപ്പലുമെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും ഊർജിതമായിട്ടുള്ള തിരച്ചിലാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് 2 ഹെലികോപ്റ്ററുകൾ, ഒരു ഹെലികോപ്റ്റർ താഴെയും ഒരു ഹെലികോപ്റ്റർ മുകളിലൂടെയും. ആ ഹെലികോപ്റ്റർ റൂട്ട് ക്ലിയർ ചെയ്ത ശേഷം ഇവിടേക്ക് എത്തുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ 812 എന്ന നമ്പറിലുള്ള ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഇവിടെ നിന്നും പറന്നുയരാൻ പോകുന്നത്. നേരെ പോകുന്നത് നീണ്ടകരയിലേക്ക്. നേരത്തെ ഒരു ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഹെലികോപ്റ്ററുകൾക്ക് പരിമിതികളുണ്ടായിരുന്നു എന്നതാണ്. അതായത് സമയം, അതോടൊപ്പം തന്നെ ഇന്ധനം, ഇതെല്ലാം തന്നെ ആവശ്യമാണ്. അതിനുവേണ്ടി ഇവിടെ താൽക്കാലികമായ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 812 എന്നുള്ള ഹെലികോപ്റ്റർ. അതിൽ ഉദ്യോഗസ്ഥരുണ്ട്, അതിൽ തിരച്ചിലിനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെയായി ഇവിടെ നിന്നും യാത്ര തിരിക്കാൻ പോവുകയാണ്. ആ ഒരുക്കങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടത്. ഇവിടേക്ക് എത്തുമ്പോഴും അത് തന്നെയാണ്. ഇതാ പറന്നുയരുകയാണ്. നേരെ നീണ്ടകരയിലേക്ക് എത്തി ആ ഗൗതത്തിനായുള്ള തിരച്ചിലാണിനി. അതിനുശേഷം മുതലപ്പുഴയിലേക്കും എത്തും. ആ തിരച്ചിലിൻ്റെ ആദ്യഘട്ട ഒരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത്. നേരത്തെ ദിവസങ്ങളെടുത്താണ് തിരച്ചിൽ നടന്നത്. നാവികസേനയുടെ കപ്പലടക്കം തിരച്ചിൽ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ കോസ്റ്റൽ പോലീസിന് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാര്യക്ഷമമായി തിരച്ചിൽ നടന്നില്ല എന്ന പരാതിയും കൂടെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വലിയ തരത്തിൽ, അതായത് ഉദ്യോഗസ്ഥരുടെ സംയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. അത് കോസ്റ്റ് ഗാർഡിൻ്റെയും അതോടൊപ്പം തന്നെ നേവിയുടെയും എല്ലാ രീതിയിലുമുള്ള
തരത്തിലുള്ള ഒരു ഇടപെടൽ കേന്ദ്രമന്ത്രി നേതൃത്വം നൽകുന്ന രീതിയിൽ തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ഈ ഹെലികോപ്റ്ററിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത്. അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള തിരച്ചിലിനും എല്ലാവിധ സഹകരണവും അമൃതാനന്ദമയും മഠവും ഉറപ്പുവരുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തിരച്ചിലിനായി ഇപ്പോൾ ഇവിടെ നിന്നും ഈ ഹെലികോപ്റ്റർ തിരക്കുന്നത്. എന്തായാലും ഈ തിരച്ചിലിന് പോകുന്ന ഹെലികോപ്റ്ററുകൾ ഇവിടെ തന്നെ തിരികെ എത്തി ലാൻഡ് ചെയ്യും. ഇവിടെ വീണ്ടും ഇന്ധനം നിറച്ച ശേഷം അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. ഇപ്പോൾ ഈ വള്ളിക്കാവിൽ നിന്നും കോസ്റ്റ് ഗാർഡിൻ്റെ 812 ഹെലികോപ്റ്റർ ഇപ്പോൾ പരിശോധനയ്ക്കായി തിരിച്ചു കഴിഞ്ഞു. നീണ്ടകരയിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ നീണ്ടകരയിൽ നിന്നും അടുത്ത് മുതലപ്പൊഴിയിലേക്കും അടുത്ത ഹെലികോപ്റ്റർ പോകും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞത്. ഇപ്പോൾ ഇന്ധനം നിറച്ച ശേഷം ഈ കോസ്റ്റ് ഗാർഡിൻ്റെ 812 ഹെലികോപ്റ്റർ തിരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്ന ഹെലികോപ്റ്റർ അതിന് ഇന്ധനം നിറയ്ക്കേണ്ടതുണ്ട്. അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളും ഇവിടെ സജ്ജമാണ്. ഗൗതത്തിനായുള്ള തിരച്ചിലിൻ്റെ ഭാഗമാണ് ഈ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഊർജിതമായിട്ടുള്ള തിരച്ചിലിനാണ് ഈ നേതൃത്വം നൽകിയിരിക്കുന്നത്. അത് കോസ്റ്റ് ഗാർഡിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അടുത്തതായി നാവികസേനയുടെ ഷിപ്പടക്കം ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വളരെയധികം കാര്യക്ഷമമായിട്ടുള്ള തിരച്ചിലിനാണ് ഇനി ഈ വരുന്ന ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക. കാരണം അത്രയധികം ആഴക്കടലിലേക്ക് കൂടെ പരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പോൾ കപ്പലും അതോടൊപ്പം തന്നെ ആകാശമാർഗമുള്ള പരിശോധനയുമാണ് ഇനി നടക്കുക. ശരി മനോജ്, എന്തായാലും ഗൗതം കൃഷ്ണ എന്ന മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ട് 2 ആഴ്ചയാവുകയാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ കടലിന് മുകളിലൂടെ പറന്നുള്ള പരിശോധന ആരംഭിക്കാൻ പോകുന്നു. അതിനായി മാതാ അമൃതാനന്ദമയി മഠമാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക ഹെലിപ്പാഡ് ഒറ്റ ദിവസം കൊണ്ട് നിർമ്മിച്ച് നൽകിയത്. ആ ഹെലിപ്പാഡിൽ നിന്നും ഹെലികോപ്റ്ററുകൾ തിരച്ചിലിനായി പറന്ന് ഉയരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. എം മനോജ് വള്ളിക്കാവിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.